വേഗം പോ. വേഗം പോ. നീ എങ്ങോട്ടായി പോന്നേ? അളിയാ പാലമണി തീർന്നിട്ടില്ല. എടാ വണ്ടി നിർത്തണം, ഒന്ന് പറയുന്ന കേക്ക്. എല്ലാവരോടും നമസ്കാരം പറഞ്ഞ് വിശദീകരിച്ചു തരാൻ പറ്റിയ അവസ്ഥയല്ലെന്ന് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലായി കാണുമല്ലോ അല്ലേ? നേരെ കഥയിലേക്ക് പോകാം. എന്റെ പേര് പരശുരാം, ക്ലാസ് ഫസ്റ്റ്. വെരി ഗുഡ്. താങ്ക് യു ടീച്ചർ. എന്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഒന്നാമനായിരുന്നു. And now we congratulate Parashu for coming second in the state. ഇവൻ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ ഇവൻ ആരാണെന്ന് വെച്ചാ മിസ്റ്റർ വിശ്വനാഥൻ, ഐ എം വെരി സോറി. ഇദ്ദേഹമാണ് അവന്റെ അച്ഛൻ. നിങ്ങളുടെ മകനുണ്ടല്ലോ സുധി, അവൻ ഒരു അക്ഷരം പഠിക്കുന്നില്ല. അധ്യാപകർ അവനെ അനുസരിക്കുന്നേ ഇല്ല. കൂടെ പഠിക്കുന്ന പെമ്പിള്ളേരെയൊക്കെ പഞ്ചാരടിച്ച് നടക്കുക. മാത്രമല്ല ടീച്ചർമാർക്ക് ലവ് ലെറ്ററും കൊടുക്കുന്നു. നിങ്ങളും കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നോ? K. Sudhia of final year triple E student has made our university proud by coming first in our state. എനിക്കറിയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാ എന്റെ കോപ്പി അടിച്ചിട്ട് അവൻ എങ്ങനെയാണ് ഒന്നാമത് വന്നതെന്നും ഞാൻ എങ്ങനെ രണ്ടാമത് എത്തിയെന്നുള്ളതാണ്. മെഡിക്കൽ മിറാക്കിൾ യുനോ. എക്സ്ട്രാ പേപ്പർ. 4ാം ക്ലാസ് മുതൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നവരാ. ഒരേ സ്കൂളിലും ഒരേ കോളേജിലും ഒരേ സ്ഥലത്തുമാണ് ജോലി ചെയ്യുന്നത്. എന്റെ കാര്യങ്ങൾ മുഴുവൻ അവനും അറിയാം, അവന്റെ കാര്യങ്ങൾ മുഴുവൻ എനിക്കും അറിയാം. പക്ഷെ എന്നാലും എനിക്കൊരു സംശയം, അവൻ നല്ലവനാണോ അതോ മോശപ്പെട്ടവനാണോ എന്നുള്ളതാണ്. എന്തായാലും നിനക്ക് സുഗനെ പോലെ ആകാൻ കഴിയില്ലടാ. അവന്റെ പേര് പറഞ്ഞ് കളിക്കല്ലേ. ഡോണ്ട് വെറി സുഗൻ, ഐ എം ഓൺലി യുവേഴ്സ്. അവന്റെ കയ്യിൽ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഞാൻ ഏത് പെണ്ണിനെ പ്രേമിക്കുന്നെന്ന് പറഞ്ഞോ ആ പെണ്ണിനെ ഇവൻ വളച്ചെടുക്കും. അവൻ എന്ത് തെറ്റ് ചെയ്താലും അതല്ല എന്റെ തലയിൽ വെച്ച് കിട്ടും. ഹീസ് എ മിസ്റ്ററി മാൻ. ശരി, പഴയതെല്ലാം മറന്നേരെ. ഞങ്ങൾ രണ്ടുപേരും എന്തിനാ ഈ ജീവൻ പണയം വെച്ച് ഇങ്ങനെ പറക്കുന്നതെന്ന് അറിയാവോ? എല്ലാം ഈ ബിരിയാണി കാരണമാണ്. അതെ, 2 പ്ലേറ്റ് ബിരിയാണി ആഗ്രഹിച്ച് ജീവിതത്തിനും മരണത്തിനും ഇടയിലാണ് ഞങ്ങൾ. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിശ്വസിച്ചേ പറ്റൂ. എടാ പരശു, എന്താടാ ഫോണിൽ ഞെക്കിക്കൊണ്ടിരിക്കുന്നത്? അതല്ല അളിയ, ആദ്യം ആരെയാ വിളിക്കണമെന്നാ ആലോചിക്കുന്നത്. കിട്ടിപ്പോയി. ആരാ? നമ്മുടെ 6 പാക്ക് ചന്തു. ഇന്ന് രാവിലെ ഞാൻ ആംസ് ഒന്ന് കയറ്റിയതാ. 40 കിലോ ട്രൈ ബൈസ്. അയ്യോ കട്ടായി. എടാ കട്ടായടാ. നീ ആരോടെ കത്തി വെച്ചോണ്ടിരിക്കുന്നത്? എടാ പറ. അതൊക്കെ പോട്ടെ. ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ? ഈവനിങ് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ ബൈ. ഓക്കെ നീ പറയടാ. അല്ല, സുധീയുടെ അളിയന്റെ ബാച്ചലർ പാർട്ടി ഉണ്ടേ, നിന്നെയും വിളിക്കാവുന്ന. പാർട്ടി അല്ല, നിനക്ക് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? മീറ്റിംഗ് ഒക്കെ പോകാൻ പറയടാ. ഞാനങ്ങ് എത്തേക്കടാ. കടവന്തറ കഴിഞ്ഞ് നേരെ പോകും കാണുന്ന ബീച്ച് ഹൗസ്. അത് നമ്മുടെ ബീച്ച് ഹൗസ് അല്ല. ഓസി കുടിക്കാൻ ഇവന് ഇത്ര ഇംഗ്ലീഷോ? അടുത്തതാരാടാ? നമ്മുടെ ഡാൻസർ കിരണേ. വലിയ ഷോട്ടാ, നോക്കിക്കോ. 1 2 3. മച്ചു, എന്താണ് നിങ്ങൾ ഷോട്ടേക്ക് പറ, ഞാൻ റിഹേഴ്സല്ല. സുവേ BP എവിടെയാ? BH കലക്കി മച്ചു. ഓക്കെ. എന്താടാ പറഞ്ഞേ? സുധിയുടെ അളിയന്റെ ബാച്ചിലർ പാർട്ടി ബീച്ച് ഹൗസ്. ഇത് ഒടുക്കത്തെ ഷാർപ്പാ. ഇനി ആരാ? ഗൺ പാർട്ടി റെഡിയാണോ? റെഡി സാർ. ക്യാമറ റോളിംഗ് ആണോ? ആക്ഷൻ. എടോ അകത്തേക്ക് പാടോ. താൻ എന്തോടെ പുറത്തു പോയി നിന്ന് അഭിനയിക്കുന്നത് ഈ സമയത്ത്? ഹലോ, എന്താ? പാർട്ടിയോ? അതെ, ബീച്ച് ഹൗസിലേക്ക് വന്നേക്ക്. ഓക്കെ. ശരി, ചെയ്യണം. എന്താ സ്വാമി, പറഞ്ഞോളൂ. സ്വാമി മാല ഇട്ടോ? ഫോണിൽ സംസാരിക്കാ സ്വാമി. അല്ല, ഇനി 2 നിമിഷത്തിനുള്ളിൽ. ഇന്ന് വൈകുന്നേരം സുധിയുടെ അളിയന്റെ സോമപാന വിരുന്നുണ്ടായിരിക്കുന്നു. സോമപാന വിരുന്നോ? വെള്ളവടി പാർട്ടി. താങ്കൾ അറിയുവാൻ വേണ്ടിയാണ് ഞാനിത് ഉണർത്തിയത്. ശരി സ്വാമി. സ്വാമിയെ ശരണമയ്യപ്പ. അയ്യോ എന്റെ മുത്തച്ഛി മരിച്ചുപോയി സ്വാമി. അയ്യോ മരിച്ചുപോയി സ്വാമി. എന്റെ മുത്തച്ഛി മരിച്ചുപോയി സ്വാമി. പരശുവേ, ഇന്നത്തെ പാർട്ടിക്ക് നമ്മൾ പുരുഷവർഗത്തെ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ. അതിനു വേണ്ടിയല്ലേ സുധി ഇവിടെയുള്ളത്. ഞാനിപ്പോ എന്താ പറഞ്ഞു വരുന്നവിടെ വാള് വെക്കുന്നേ? എന്ത് ചെയ്യാനെന്ന് പറയും ഇവന്മാരുടെ കാര്യം കൊണ്ട്. എന്താ നീ അറിഞ്ഞോ മെലവനത്? എടാ, ഇവിടെ നടന്നൊന്നും നിന്റെ ചേച്ചിയോട് പറഞ്ഞേക്കല്ലേ. എന്ത് കാര്യം? ഗേൾസ് ഡാൻസ് പാർട്ടി.
ഞാനായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. നിങ്ങൾ പറയാതിരുന്നാ മതി. ഞാൻ ഈ കാര്യമൊക്കെ പറയണം. ഞാൻ എന്ത് പറഞ്ഞാലും ചേച്ചി വിശ്വസിക്കും. നിങ്ങളെ കാണിച്ച് നല്ലവനാണെന്ന് പറഞ്ഞു. ശരി ശരി കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല. ഇപ്പൊ തന്നെ ലേറ്റായി. ഞാൻ എംഡിയോടൊപ്പം പുതിയ ഷോറൂമിലേക്ക് പോകും. നീ വണ്ടി എടുത്തുണ്ടോ? ശ്രദ്ധിച്ചു വരണം. കടയടക്കല്ലേ? ഇന്ത്യയിൽ തന്നെ ഒറ്റൊരു സ്റ്റേറ്റ്. എടാ പ്രിയങ്ക 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 ഓ ചാനല് മാറ്റടാ, അവൾ ഇവിടെ തന്നെയല്ലേ ഉള്ളത്. ഉണ്ടായിരിക്കടാ, നീ സംസാരിക്കും മോളെ. നീ മൂട്ടി ഞാനോ പോയി ആട്ടി വാങ്ങിക്കോട്ടോ. നമസ്കാരം. ഇതുവരെ വേറെ ആരും തരാത്ത വെള്ളം എന്റെ സുഹൃത്തു സുധി എല്ലാവർക്കും വന്നിരിക്കുകയാണ്. കലക്കം പടവാ. എന്ത് പടവാടാ ഇത്? ഒരാളിഞ്ഞ ഒരു പടം. ഞാൻ റെഡിയാ. എന്താ കൂട്ടാ, ഇവനൊക്കെ നിർത്തി വേറെ വല്ല പണിക്കും പോകാനുള്ളതിന്. ഇവനൊക്കെ എവിടുത്തെ ഡയറക്ടറാണ്? വെറും വേസ്റ്റ്. എന്താന്ന് ഇത്? ഇങ്ങോട്ട് വരാൻ. എല്ലാരും നോക്കുന്നുണ്ട്. TV അല്ലടാ കണ്ടോണ്ട്. അതല്ലടാ, അതിനെക്കാട്ടും ഇതായിരുന്നടാ നല്ലത്. അതുകൊണ്ടാ. എടാ അളിയ, ഒരു തവണയെങ്കിലും ചെയ്യടാ. എടാ സുധി, കൽപ്പന ഇവിടെ തമാശ കാണിക്കല്ലേ. കൽപ്പന അവിടെ എങ്ങനെ പോയി കിടന്നുറങ്ങ്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മൂക്കറ്റം കുടിച്ചിട്ട് പറഞ്ഞോട്ട്. ഞാൻ നിന്നെ ആ ഒരു കണ്ണുകൊണ്ട് നോക്കിട്ടേ ഇല്ല. നീ തെറ്റിദ്ധരിച്ചതിന് ഞാനും. ലോകത്തിൽ എന്ത് വേണമെങ്കിലും പിടിച്ചു നിർത്താം, പക്ഷെ ഇത് മാത്രം പിടിച്ചു നിർത്താൻ ആരെ കൊണ്ടും പറ്റില്ലെന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ നീ ഇത് പിടിച്ചു നിർത്തിയാൽ നിനക്ക് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയും. ഒന്ന് പോടാ. സോറിടാ, ഞാൻ ചെറിയൊരു പെഗ് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ നീ അവോയ്ഡ്. ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ നിനക്ക്? അറിയില്ല അല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, സാരമില്ല, പോട്ടെ. ഹിമാലയത്തിൽ പോയിട്ടുണ്ടോ നീ? ശിവൻ എന്തുകൊണ്ടാ നെറ്റിയിൽ കണ്ണുള്ളോന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം. സുഖൻ, ഹായ് ബേബി. അവനെ കണ്ട നമ്മുടെ സുതിയപ്പല്ലുണ്ടല്ലേ? ഇനി എന്നെ മുന്നിൽ വന്നു പോരുത്. പ്രിയങ്ക, എങ്ങോട്ടാടാ ഇത്ര നേരത്തെ? ഓഫീസിലോട്ടാ. ഇന്ന് ഓഫീസ് ലീവല്ലേ? ഇല്ല, പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. MD വെയിറ്റ് ചെയ്യാം. അതിന് MD നാട്ടിൽ പോയിരിക്കല്ലേ? നിങ്ങളുടെ MDയും അദ്ദേഹം കൂടിയല്ലേ ആംബൂർ ബ്രാഞ്ച് ഓപ്പണിങ്ങിന് പോയിരിക്കുന്നത്? അതാരാ MD അല്ലാത്ത മറ്റേ ഒരാള്? അയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ആവശ്യമില്ലാത്ത കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തേക്കുന്നു. എടാ ഒന്ന് നിക്കടാ, പോകാതെ. ഹരി ഇപ്പൊ കാർ കൊണ്ട് പറയുന്നു കേക്കടാ പ്ലീസ്. കല്യാണക്കുറിയൊക്കെ നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മളല്ലേ കൊടുക്കണ്ടേ? നാളെ നീയും പുതിയ ബ്രാഞ്ച് ഓപ്പണിങ്ങിന് പോവില്ലേ? പോയി കഴിഞ്ഞാൽ തിരിച്ചെത്താൻ 3-4 ദിവസം എടുക്കും. ഇപ്പൊ പറഞ്ഞ കാര്യം സത്യ. എടാ കോല് പോലെ വളർന്നിട്ട് പിള്ളേര് കളി മാറിയിട്ടില്ല. എന്താ നിന്റെ കാര്യമെല്ലാം ശരിയായില്ലേ? എനിക്ക് ചെറിയൊരു പ്രശ്നം, അത് ഞാൻ ശരിയാക്കിട്ട് വരാം. ഒറ്റയ്ക്ക് പോലെ ചേച്ചി. ഹരി വരും. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് എങ്ങനെയെങ്കിലും പ്രിയങ്കയൊന്ന് കറക്കിയെടുത്തേ പറ്റൂ. ഇന്നലെയല്ലേ ഇവർ വഴക്കിട്ട് വിരിഞ്ഞത്. ഇവരെന്താ അവിടെ ചെയ്യുന്നത്? സൂപ്പർ സൂപ്പർ, കമോൺ ഫാസ്റ്റ് ഫാസ്റ്റ്, വേഗം 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 വഴക്കിട്. വേഗം 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 വേഗം. യെസ്, സൂപ്പർ. അയ്യോ, എന്താ? വീണ്ടും തിരിച്ചു പോന്നോ? അയ്യോ, കൈ പിടിച്ചു. ചിരിക്കുന്നുണ്ടല്ലോ. അയ്യോ, ഇത് ചേർന്ന് നിൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. വീണ്ടും അവരൊന്നിച്ചല്ലോ. ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? കൊടുക്കുന്ന പോയി ലെറ്റർ എല്ലാം ഞാൻ കളയും. എന്റെ പോയി എവിടെ? ലെറ്ററും പോയോ? ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അത് പിന്നെ അയ്യോ, ആവശ്യമുള്ളതായിരുന്നു, കീറി കളഞ്ഞ. നീ ഇവിടെ നിന്ന് എന്താടാ ചെയ്യുന്നത്? അല്ല, ലെറ്റർ ലൈഫ് കീറി. അതേടാ, അവന്റെ കൂടെ കൂട്ടുകൂടി നടന്ന നിന്റെ ജീവിതം കോഞ്ഞാട്ടായേ തീരത്തുള്ളൂ. രണ്ടും കൂട്ടുകൂടി നടന്ന് നശിച്ച് നാരണക്കല്ലേ എടുക്കും.
എന്താടാ അവളെ പ്രേമിക്കാനായിട്ട് ഇറങ്ങിയതാണോ? അതെ അതെ, ഇന്നലെ രണ്ടും കൂടി വഴക്കിട്ട് പിരിഞ്ഞതല്ലേ. അവള് നിന്റെ മുഖത്ത് നോക്കത്തില്ലെന്നും ഇനി എന്റെ ജീവിതത്തിൽ നീ ആവശ്യമില്ലെന്ന് പറഞ്ഞതല്ലേ. അവളല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലല്ലോ. അളിയ, പ്രേമത്തിൽ ഇതൊക്കെ സാധാരണമാണ്. ഞാനല്ലേ ആദ്യം പ്രിയങ്കയെ സ്നേഹിക്കുന്നവരെ നിന്നോട് പറഞ്ഞു. എനിക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീയാണല്ലോ റെഡിയാക്കിയത്. അതൊക്കെ പോട്ടടാ, വേറൊരു പെണ്ണിനെ ഞാൻ റെഡിയാക്കി. അതെനിക്ക് എങ്ങനെ കിട്ടാനാടാ, നീ ഉള്ളിടത്തോളം കാലം.